പരവൂർ വെടിക്കെട്ടപകടം അന്വേഷിക്കുന്ന സംഘം എഡിഎമ്മിനെ ചോദ്യം ചെയ്യും. വെടിക്കെട്ടിന് എഡിഎം വാക്കാൽ അനുമതി നൽകിയെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം എഡിഎം നിഷേധിച്ചു. അതിനിടെ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. 8-ാം തീയതി താൻ നൽകിയ നിരോധന ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത പോലീസിനാണെന്നിരിക്കെ അത് ലംഘിക്കപ്പെട്ടുവെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കൊല്ലം എഡിഎം ഷാനവാസ് രംഗത്തെത്തി. ഇതായത് വളരെ കൃത്യമായി രേഖാമൂലം കൊടുത്ത ഒരു ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് 8-ാം തീയതി തന്നെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കും അവർക്കും എല്ലാം ഇത് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്കറിയാവുന്നതാണ്. 100-ലധികം പോലീസും ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തുണ്ടായിട്ടും ആരും തന്നെ നിയമലംഘനം നടക്കുന്നുവെന്ന് തന്നെ അറിയിച്ചില്ലെന്ന് എഡിഎം ചൂണ്ടിക്കാട്ടി. തഹസിൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ നിയമപരമായ നടപടി സ്വീകരിക്കാമെന്നല്ലാതെ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള യാതൊരു സംവിധാനവും അവർക്കില്ലെന്നും എഡിഎം പറഞ്ഞു. എന്നെ ഒന്ന് ഫോണിൽ ട്രേസ് ചെയ്യാനും എന്നോട് നേരിട്ട് ഈ ഒരു സത്യാവസ്ഥ വിളിച്ചറിയിക്കാൻ അവിടെ SI മുതൽ CI, DYSP, SP ബാക്കിയുള്ള അസംഖ്യം ഏതാണ്ട് 100 ചിലവാനും ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സത്യാവസ്ഥ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നതിൻ്റെ ഫോൺ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു തെളിവെടുക്കേണ്ട കാര്യം എന്താണ്? അതേസമയം പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ FIRന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. മത്സരക്കമ്പമാണ് നടന്നതെന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ അത് വകവയ്ക്കാതെ അമ്പല കമ്മിറ്റി ഭാരവാഹികളായ 1, 2, 3 പ്രതികൾ 5, 6 പ്രതികളായ കരാറുകാരെ കൊണ്ട് മത്സരക്കമ്പത്തിന് തിരികൊളുത്തിച്ചുവെന്ന് FIRൽ പോലീസ് ആരോപിക്കുന്നു. മാത്രമല്ല പ്രതികൾ മത്സരക്കമ്പത്തിന് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചുവെന്നും FIRൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദഗ്ധർ പരവൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ കളക്ടർ ഷൈനമോൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ രൂക്ഷ വിമർശനം. കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നത്. അപകടത്തിന്റെ ഉത്തരവാദി പോലീസ് എന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ദുരന്തത്തിന് വഴിവെച്ചത് പോലീസിന്റെ അലംഭാവവും വീഴ്ചയുമാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് മത്സര വെടിക്കെട്ട് നടന്നത്. എന്നീ കാര്യങ്ങൾ വിശദമാക്കിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ഷൈനാമോൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. പക്ഷേ കളക്ടറുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിസഭായോഗം കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കളക്ടർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ജുഡീഷ്യൽ അധികാരം പോലും ഉപയോഗിക്കാതെ കളക്ടർ പോലീസിന്റെ മേൽ കുതിര കയറുന്നത് ശരിയല്ലെന്നും മന്ത്രിസഭായോഗത്തിൽ പ്രതികരണമുണ്ടായി. കളക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല. ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനാണ് കളക്ടർ ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും മന്ത്രിസഭായോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദുരന്തത്തിൽ പോലീസിന്റെ വീഴ്ച വിശദമാക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടും മന്ത്രിസഭായോഗം ചർച്ചയ്ക്കെടുക്കാതെ ഒഴിവാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു. അതേസമയം സർക്കാരിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കാൻ കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉയർത്തി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ച കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് ഇതോടെ വ്യക്തമാവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അപകടത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. പരവൂർ വെടിക്കെട്ടപകടത്തിൽ ഏതന്വേഷണത്തിനും തയ്യാറെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. മന്ത്രിസഭാ ഉപസമിതി നാളെ പരവൂർ സന്ദർശിക്കും. സർക്കാരിന് ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. പക്ഷേ ഗവൺമെൻറ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. ഈ ഒരു നിലപാട് കോടതിയെ അറിയിക്കണം. ഏതന്വേഷണത്തിന് ഒരു
അല്ല അത് വരും, അതിൻ്റെ സമയമാകുമ്പോൾ അത് വരും നിശ്ചയമായിട്ടും. സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് DGP TP സെൻകുമാർ. പോലീസിന്റെ ഈ നിലപാട് DGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന്റെ മുന്നോടിയായാണ് AG നിലപാട് അറിയിച്ചത്. വെടിക്കെട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെന്ന് DGP വ്യക്തമാക്കി. വെടിക്കെട്ടിന് അനധികൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും DGP വ്യക്തമാക്കി. പരവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെയെന്നതിൽ ദുരൂഹത. കരാറുകാരൻ കൃഷ്ണൻകുട്ടി മരിച്ചു എന്നാണ് അപകടത്തിന് ശേഷം പോലീസ് ആദ്യം നൽകിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെപ്പറ്റി വിവരമില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപകട ദിവസം പുലർച്ചെ കൃഷ്ണൻകുട്ടിയെ വർക്കലയിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന ചോദ്യം ബാക്കി നിൽക്കെ രണ്ടാം കരാറുകാരൻ എവിടെയെന്നത് സംബന്ധിച്ച ദുരൂഹതയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. വെടിക്കെട്ടിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും കരാറുകാരനായ വർക്കല സ്വദേശി കൃഷ്ണൻകുട്ടി അപകടത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് ഭരണകൂടത്തിനും പോലീസിനും വ്യക്തതയില്ല. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങളിലൊന്ന് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. മാത്രമല്ല, അപകടം നടന്നതിന് ശേഷം കൃഷ്ണൻകുട്ടിയെയും ഭാര്യ അനാർക്കലിയെയും വർക്കലയിലെ വീട്ടിൽ കണ്ടതായി സമീപവാസികളും പറയുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെ പോലും കണ്ടെത്താൻ പോലീസിന് ആകുന്നില്ല. ഇവരുടെ പരവൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 5 കിലോ കരിമരുന്നും അലുമിനിയം പൊടിയും 10 ചാക്കോളം പടക്കങ്ങളും അമ്മിട്ടുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻകുട്ടി എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസും നിഷ്ക്രിയത്വം കാണിക്കുന്നു. പരവൂരിൽ മത്സരക്കമ്പം തന്നെയാണ് നടന്നതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും നിരോധിത വെടിമരുന്നുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലും കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം വലിയ ദുരൂഹത തന്നെയാണ് ബാക്കിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങ് മാത്രമാക്കാൻ പൂരസംഘാടന സമിതിയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിലാകും പൂരം ചടങ്ങ് മാത്രമാവുക. സംഘാടക സമിതിയുടെ ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. രാത്രി വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും നിരോധിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. നിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് തൃശൂർ പൂരം വെടിക്കെട്ടിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. കേസ് നാളെ പരിഗണിക്കുമ്പോൾ ദേവസ്വം പ്രതിനിധികൾ കോടതിയിൽ എതിർവാദങ്ങൾ ഉന്നയിക്കും. വെടിക്കെട്ട് നടത്താനായില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി ഒതുക്കി നിർത്തേണ്ടി വരുമെന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിൽ ഘടകപൂരങ്ങൾ പിന്തുണ നൽകി. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം ചടങ്ങിൽ ഒതുങ്ങും. അവര് പറഞ്ഞത് ഒരാനപ്പുറത്ത് പൂരം നടത്താൻ നിർബന്ധിതരാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി പൂരം നടത്തുന്നതാണ്. അതേസമയം വെടിക്കെട്ട് നടത്തുമെങ്കിൽ സാധ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ അറിയിച്ചു. ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് പോലീസ് സുരക്ഷാ ക്രമീകരണം എന്നുള്ളത് വളരെ ഫുൾപ്രൂഫായിട്ട് തന്നെ ഞങ്ങൾ നടപ്പാക്കി വേണ്ട ശ്രദ്ധാലുക്കളാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള സുരക്ഷയാണ് ആസൂത്രണം ചെയ്യുന്നത്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. പറവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റി നിർത്താനും ക്രമീകരണങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. ആചാരവും അനുഷ്ഠാനങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്നുമായിരുന്നു ആവശ്യം. ഇക്കാര്യം അമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാമമൂർത്തി പിന്തുണച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത്. സ്ത്രീ പ്രവേശന നിലപാട് പിന്തുണയ്ക്കുന്ന അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ വാദം തിങ്കളാഴ്ച കേൾക്കും. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് തിരിച്ചടി. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഭരണഘടനാ ബെഞ്ചിന്റെ മുൻ ഉത്തരവിനെതിരെ തമിഴ്നാടിന് വേണമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകാമെന്ന് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കേരള പോലീസിന്റെ സുരക്ഷ അപര്യാപ്തമാണെന്നും CISF പോലുള്ള കേന്ദ്രസേനയെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കണമെന്നുമായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം. അണക്കെട്ടിന് ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് വേണമെന്ന് തമിഴ്നാട് വാദിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആവശ്യം തള്ളി.
ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മാറ്റണമെങ്കിൽ പുനഃപരിശോധന ഹർജി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രസേനയുടെ ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പോലീസ് സുരക്ഷ ഉള്ളപ്പോൾ എന്തിനാണ് കേന്ദ്രസേനയെന്ന് നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് തമിഴ്നാടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടമക്കുടി വയൽ നികത്തൽ സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പുകൾ പീപ്പിൾ ടിവിക്ക്. ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് വിഷയം മന്ത്രിസഭയിൽ എത്തിയത്. കടമക്കുടി പദ്ധതി പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്ന നെൽവയൽ തണ്ണീർത്തട സംസ്ഥാന സമിതിയുടെ എതിർപ്പ് റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് ഫെബ്രുവരി 25 ചേർന്ന മന്ത്രിസഭാ യോഗം വയൽ നികത്താൻ തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ചേർന്ന ഫെബ്രുവരി 25 മന്ത്രിസഭാ യോഗത്തിലാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ 47 ഏക്കർ നെൽവയൽ നികത്താൻ അനുമതി നൽകിയത്. മെഡിക്കൽ ടൂറിസത്തിനായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാൻ വയൽ നികത്താനായിരുന്നു അനുമതി. പിന്നീട് വിവാദമായ തീരുമാനത്തിന്റെ മന്ത്രിസഭാ നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് മന്ത്രിസഭയിൽ വിഷയമെത്തിയത്. മന്ത്രിസഭാ തീരുമാനം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ നടപടിക്കുറിപ്പാണ് മറ്റു വകുപ്പുകളുടെ പരിഗണനയ്ക്കെത്തിയത്. നടപടിക്രമങ്ങൾ അനുസരിച്ച് മറ്റു വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരേണ്ടത്. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ അനുമതി നൽകേണ്ടത് ഇതിനായുള്ള സംസ്ഥാനതല സമിതിയാണ്. മെഡിക്കൽ ടൂറിസം പദ്ധതി പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് സംസ്ഥാനതല സമിതി റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യം മന്ത്രിസഭാ കുറിപ്പിൽ റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനമെന്നും രേഖകളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്താണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭയിൽ എത്തിയതെന്നാണ് വിവരം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിഷേധിച്ചപ്പോഴും റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെ പരസ്യമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തിരുന്നു. MR സജീഷ്, തിരുവനന്തപുരം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ജൂൺ 1 തന്നെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത്തവണ 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന മറാത്തോഡ മേഖലയിലും ഇത്തവണ മികച്ച മഴ ലഭിക്കും. കൊടും ചൂടിന് ആശ്വാസമേകി ജൂൺ 1 തന്നെ കേരളത്തിൽ കാലവർഷം എത്തും. ദക്ഷിണ പടിഞ്ഞാറൻ കാലവർഷം ഈ വർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. സെപ്റ്റംബർ 31 വരെ മഴ സജീവമായിരിക്കും. ഇക്കുറി 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി LS റാത്തോഡ് വ്യക്തമാക്കി. കടുത്ത വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന മഹാരാഷ്ട്രയിലെ മറാത്തോഡ മേഖലയിലും മികച്ച മഴ ലഭിക്കും. എൽനിനോയ്ക്ക് ശേഷം സമുദ്രത്തെ തണുപ്പിക്കുന്ന ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നതാണ് മികച്ച മഴയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴ കുറയും. മികച്ച മഴ ലഭിക്കുമെന്നറിഞ്ഞതോടെ കർഷകരും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജൈവ പച്ചക്കറികൾ ഓണത്തിനും വിഷുവിനും മാത്രം ലഭിക്കുന്നതായി മാറരുതെന്ന് നടൻ മമ്മൂട്ടി. എപ്പോഴും ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷുവിനോടനുബന്ധിച്ച് CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷരഹിത പച്ചക്കറി സ്റ്റോൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷുവിനോടനുബന്ധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ അരിമേളയും വിഷരഹിത പച്ചക്കറി സ്റ്റാളും മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ നാളുകൾക്ക് ശേഷവും വിഷമുക്ത വിഭവങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണമെങ്കിൽ കുറേ ആളുകളെ സംഘടിപ്പിച്ചൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ തരിശു നിലങ്ങളിൽ കൃഷി ചെയ്ത്, അതും സ്വാഭാവിക കൃഷിയോ പ്രകൃതി കൃഷിയോ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ സംരംഭങ്ങളല്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി, വലിയൊരു മൂവ്മെൻ്റായി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ ഒക്കെയുള്ളൂ. വിഷരഹിത പച്ചക്കറികൾക്ക് പുറമെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത അരി, പൊക്കാളി അരി എന്നിവ മേളയിൽ ലഭിക്കും. രാജേന്ദ്ര മൈതാനിയിലെ താൽക്കാലിക വിൽപ്പന കേന്ദ്രം കൂടാതെ ജില്ലയിൽ 10 സ്ഥിരം സ്റ്റാളുകളിലും വിഷുവിനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. കഴിഞ്ഞ വിഷുവിനാണ് വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ക്യാമ്പയിൻ CPIM സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തത്. ജില്ലയിൽ വിജയകരമായി 100-ലധികം സ്റ്റോളുകൾ, 164 സ്റ്റോളുകൾ അന്ന് തുറക്കാൻ കഴിഞ്ഞു. ഈ വിഷുവിനായി കഴിഞ്ഞപ്പോൾ പച്ചക്കറിക്കൊപ്പം തന്നെ അരിയുടെ കാര്യത്തിലും കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ MM ലോറൻസ്, KR വിശ്വംഭരൻ, മോഹനൻ, അഡ്വക്കേറ്റ് M. അനിൽകുമാർ, വേണു, റിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ജോസഫ് പുതുശ്ശേരി തിരുവല്ലയിൽ നിന്നും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ PJ കുര്യൻ. സുദീർഘമായിട്ടുള്ള കൂടിക്കാഴ്ച ശേഷവും നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണോ മുതിർന്ന നേതാവ് PJ കുര്യൻ പറയുന്നത്? പ്രതീഷ്, രാജ്യസഭാ ഉപാധ്യക്ഷനും കോൺഗ്രസിന്റെ വളരെ പ്രമുഖ നേതാവുമായ PJ കുര്യൻ ഈ കാര്യത്തിൽ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന തരത്തിലാണ് VM സുധീരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തിരുവല്ല സീറ്റിൽ ജോസഫ് പുതുശ്ശേരിയെ മത്സരിപ്പിക്കരുതെന്ന് രഹസ്യ നിലപാട് PJ കുര്യൻ എടുത്തിരുന്നു. ഇത് ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും ജോസഫ് പുതുശ്ശേരിയോടൊപ്പം പ്രചരണത്തിന് ഇറങ്ങാനാവില്ലെന്നും PJ കുര്യൻ എന്ത് മറുപടി നൽകി? ജീവൻ, 2011 തിരഞ്ഞെടുപ്പ് സുധീരൻ എന്ത് ഉറപ്പ് നൽകി? തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് PJ കുര്യൻ. തിരുവല്ലയിൽ നിന്നും ഉള്ള സീറ്റ് മാറ്റം ജോസഫ് പുതുശ്ശേരിയെ മാറ്റാതെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ PJ കുര്യൻ സുധീരനുമായി നടത്തിയ കൂടിക്കാഴ്ച ശേഷവും ആവർത്തിച്ചത്.